യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. ആത്മാവേ എന്നിൽ നിറയണമേ, ആത്മാവേ എന്നിൽ നിറയണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ. ക്രിസ്തുവിൻ്റെ വചനം നമ്മുടെ പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശവുമാണ്. പ്രകാശമാകുന്ന വചനത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് സകല അന്ധകാര ശക്തികളിൽ നിന്നും നാം വിമോചിതരാകുന്നു. ദൈവവിശ്വാസമെന്ന അടിത്തറയിൽ നിന്നുകൊണ്ട് അവിടുത്തെ വചനം നാം ഹൃദയത്തിൽ സംഗ്രഹിക്കുകയും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും വേണം. ആത്മാവും ജീവനുമായ അവിടുത്തെ വാക്കുകൾ നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് അത് പ്രാവർത്തികമാക്കുന്നത് വഴി അവിടുത്തെ അനുയായികളായി, ക്രിസ്തുവിന് സാക്ഷികളായി നമുക്ക് തീരാം. നമുക്കായി സന്ദേശം നൽകുന്നത് കാരീസ് ഭവനിലെ ഫാദർ ബിജിൽ ചക്കിയത്താണ്. അച്ഛൻ്റെ വാക്കുകൾക്കായി നമുക്ക് കാതോർക്കാം. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്നത്തെ ക്ഷേമ ഇസ്രായേൽ എപ്പിസോഡിലേക്ക് നിങ്ങളേവരെയും ഈശോയുടെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് കർത്താവ് നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ വളരെ മനോഹരമായ ഒരു വചനമാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിതം നയിക്കുന്നവർ, കുടുംബജീവിതം നയിക്കുന്നവർ, ദൈവമായിട്ട് അതുപോലെ ഒരു സമർപ്പണത്തിലേക്ക് പ്രവേശിച്ചിട്ടുള്ളവരൊക്കെ ആത്മാവിൽ ഏറ്റെടുക്കേണ്ട ഒരു തിരുവചനമാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തന്നിരിക്കുന്നത്. മലാക്കി പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 12 മുതലുള്ള വചനങ്ങളാണ് നമ്മൾ ധ്യാനിക്കുന്നത്. 12 താഴേക്കുള്ള വചനങ്ങളൊക്കെ നമ്മൾ വിഷയമാക്കുകയാണ്. അതിൽ 13-ാമത്തെ വചനത്തിൽ ഇങ്ങനെ ചില കാര്യങ്ങൾ എഴുതി വച്ചിട്ടുണ്ട്. നിങ്ങൾ ഇത് ചെയ്യുന്നു, അവിടുന്ന് നിങ്ങളുടെ കാഴ്ചകളെ പരിഗണിക്കുകയോ അതിൽ പ്രസാദിക്കുകയോ ചെയ്യാത്തതിനാൽ നിങ്ങൾ തേങ്ങിക്കരഞ്ഞ് കർത്താവിൻ്റെ ബലിപീഠം കണ്ണുനീര് കൊണ്ട് മൂടുന്നു. നമ്മൾ കുറേ കാര്യങ്ങൾ, പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ ദൈവസന്നിധിയിലേക്ക് ഇട്ട് കണ്ണുനീര് കൊണ്ട് ബലിപീഠത്തെ നനച്ച് അതുപോലെ നിലവിളിച്ച് പ്രാർത്ഥിച്ച്, ഇങ്ങനെ പ്രാർത്ഥന തന്നെ ചിലവരുണ്ടാകും. ഇങ്ങനെ പ്രാർത്ഥിച്ച് അച്ചോ മടുത്തച്ചോ, കണ്ണുനീര് വീഴ്ത്തി മടുത്തച്ചോ, കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ടച്ചോ, എന്നിട്ട് കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്നൊക്കെ പറയുന്നവരുണ്ട്. അങ്ങനെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിന്നിട്ട് ബാക്കി പ്രവാചകൻ എഴുതി വെച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടത് കർത്താവ് സ്വീകരിക്കുന്നില്ല എന്ന് നിങ്ങൾ ചോദിക്കുന്നു. സ്വാഭാവികമായിട്ടും നമ്മൾ കുറേ നാൾ ചില കാര്യങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് നടക്കാതെ വരുമ്പോൾ നമ്മൾ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് നടക്കാത്തത്? ഇത്രയും പ്രാർത്ഥിച്ചില്ലേ, ഇനി അങ്ങനെ പ്രാർത്ഥിക്കണ്ടേ? ഇതുപോലെ ദൈവത്തെ വിളിച്ചില്ലേ? ഇതുപോലെ ദൈവത്തിന് മുന്നിൽ മുട്ടുകുത്തിയില്ലേ? ഇതുപോലെ ആത്മീയ ശുശ്രൂഷകൾക്ക് പോയില്ലേ? ഇതുപോലെ കാര്യം ഇനിയിപ്പോൾ ഇതിൽ കൂടുതൽ എന്നാ ചെയ്യണ്ടേ? പലരും ചോദിക്കാറുണ്ട്. അതുപോലെ പ്രവാചകൻ പറയുകയാണ്, നിങ്ങളിൽ പലരും ചോദിക്കുന്നു എന്തുകൊണ്ട് അവിടുന്ന് എൻ്റെ ബലി സ്വീകരിക്കുന്നില്ല? അതിനൊരു ഉത്തരമായിട്ട് പ്രവാചകൻ തന്നെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് നീ ഇതുപോലെ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചിട്ടും, എന്തുകൊണ്ട് ദൈവസന്നിധിയിൽ ഇതുപോലെ നിലവിളിച്ചിട്ടും, എന്തുകൊണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ അതുപോലെ ഭാരപ്പെട്ട് പ്രാർത്ഥിച്ചിട്ടും, ബലിപീഠം കണ്ണുനീരുകൊണ്ട് മൂടുന്ന രീതിയിൽ പ്രാർത്ഥിച്ചിട്ടും എന്തുകൊണ്ട് നിൻ്റെ പ്രാർത്ഥനയ്ക്കുത്തരം കിട്ടുന്നില്ല എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തുടർന്ന് വരുന്ന വചനങ്ങൾ കൂട്ടിച്ചേർക്കുകയാണ്. അതിങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഉടമ്പടി അനുസരിച്ച് നിന്റെ ഭാര്യയും സഖിയുമായിരുന്നിട്ടും
നീ അവിശ്വസ്തത കാണിച്ച നിന്റെ യൗവനത്തിലെ ഭാര്യയും നീയും തമ്മിലുള്ള ഉടമ്പടിക്ക് കർത്താവ് സാക്ഷിയായിരുന്നു എന്നത് കൊണ്ട് തന്നെ. ഒരു കാര്യം പ്രവാചകൻ നമ്മളെ കൃത്യമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ മറന്നു പോകാൻ സാധ്യതയുള്ള ഒരു കാര്യത്തെ പ്രവാചകൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്പോൾ ദമ്പതിമാരിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, ഹസ്ബൻഡ് പ്രാർത്ഥിക്കുന്നു, വൈഫ് പ്രാർത്ഥിക്കുന്നു, പലരും ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, കുടുംബത്തിലുള്ള പലരും പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ടും കിട്ടാതെ വരുമ്പോൾ നമ്മൾ ചോദിക്കും എന്തുകൊണ്ടാണ്? അപ്പോൾ കർത്താവ് തരുന്ന ഉത്തരവാണ്, അവിടെ കർത്താവ് കൊടുത്ത ഉത്തരമാണ്, നീ യൗവനത്തിൽ. അപ്പോൾ ദമ്പതിമാരോടായിട്ടാണ് ഇവിടെ പറയുന്നത്, നമ്മളോട് എല്ലാവരോടും പറയുന്ന കാര്യം. ഇവിടെ ഒരു ദാമ്പത്യത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് കർത്താവ് സംസാരിക്കുന്നത്. യൗവനത്തിൽ നീ നിൻ്റെ ജീവിത പങ്കാളിയോട് പറഞ്ഞ സമർപ്പണം, ദൈവത്തോടെടുത്ത സമർപ്പണം, നിങ്ങൾ ഒരുമിച്ച് ദൈവത്തോടെടുത്ത സമർപ്പണം, ദൈവത്തോട് വാഗ്ദാനം ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ മറന്നുപോയതുകൊണ്ടാണ്. ഇതിങ്ങനെ എഴുതി വച്ചിരിക്കുന്നു, ശ്രദ്ധിച്ചോ. നീയും നിൻ്റെ ഭാര്യ സഖിയുമായിരുന്നിട്ടും ഉടമ്പടി അനുസരിച്ച് നീ അവിശ്വസ്തത കാണിച്ച് നിൻ്റെ യൗവനത്തിലെ ഭാര്യയും നീയും തമ്മിലുള്ള ഉടമ്പടിക്ക് കർത്താവ് സാക്ഷിയായിരുന്നത് കൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ വിവാഹം കഴിഞ്ഞ് 10 വർഷമായി, 20 വർഷമായി, 30 വർഷമായി. നമ്മുടെ വിവാഹ ജീവിതത്തിൻ്റെ ആരംഭത്തിൽ സമയത്ത് ആരാണ് നമ്മളെ കെട്ടിക്കാൻ വന്നതെന്ന് വരെ ചിലപ്പോൾ ചില മാതാപിതാക്കൾ ഇപ്പോൾ മറന്നുപോയി കാണും. ഏതച്ഛനാ വന്നതെന്ന് അറിയത്തില്ലായിരിക്കും. ചിലപ്പോൾ ദാമ്പത്യ വിവാഹ ജീവിതത്തിൻ്റെ സമയത്ത് നമ്മളെടുത്തൊരു വാഗ്ദാനമുണ്ട്, അതൊക്കെ പലരും മറന്നുപോയിട്ടുണ്ടാകും. ഇതൊക്കെ നമ്മൾ മറന്നു, ദൈവത്തോട് ചെയ്ത വാഗ്ദത്തങ്ങൾ, ഉടമ്പടി നമ്മൾ മറന്നു. പക്ഷേ ഇവിടെ വചനം കൂട്ടിച്ചേർക്കുകയാണ്, ദൈവത്തോട് ചെയ്ത ഉടമ്പടി ദൈവം മറന്നിട്ടില്ല. ഇപ്പം നിനക്ക് പ്രായമായി, അതുകൊണ്ടാണ് യൗവനത്തിൽ നിന്ന് മുൻകൂട്ടി ഇങ്ങനെ എഴുതി വെച്ചത്. ഇപ്പം നിനക്ക് പ്രായമായി, ഇപ്പം നീ നിലവിളിക്കുന്നുണ്ട് ദൈവസന്നിധിയിൽ, ഇപ്പം നിന്റെ മക്കൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുന്നുണ്ട്, നിന്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, നിന്റെ നിയോഗങ്ങൾക്ക് വേണ്ടി നീ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ദൈവം പറയുന്നൊരു കാര്യം, എടി സഹോദരി, ഇന്നലകളിൽ നീ എന്നോട് ചെയ്ത ചില വാഗ്ദാനങ്ങൾ നീ മറന്നുപോയോ? അത് നീ പൂർത്തിയാക്കിയിട്ടില്ലല്ലോ. അപ്പോൾ ദാമ്പത്യ ജീവിതം, പ്രത്യേകിച്ച് ദാമ്പത്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവയെ എടുക്കുമ്പോൾ, ദാമ്പത്യ ജീവിതം ആരംഭിച്ചപ്പോൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് കരം ചേർത്ത് പിടിച്ചിട്ട് ദൈവത്തോടൊരു വാഗ്ദാനം ചെയ്തു, മരണമല്ലാതെ മറ്റൊന്നും ഞങ്ങളെ വേർപെടുത്തില്ല എന്ന്. ഇതൊരു ഉടമ്പടിയാ, ഒരു നേർച്ച നേർന്നതാ, ദൈവത്തോട് ഒരു നേർച്ച നേർന്നതാ. എന്നിട്ട് ദൈവത്തോട് ഒരു ഉടമ്പടി ചെയ്തു. നമ്മുടെ ജീവിതം അങ്ങോട്ട് മുന്നോട്ട് പോയി, വേദനകളും സഹനങ്ങളും ജീവിത പങ്കാളിയുടെ കുറവും ബലഹീനതകളൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങിയപ്പോൾ അങ്ങോട്ട് പഴയ പോലെ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, പഴയ പോലെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, പഴയ പോലെ അംഗീകരിക്കാൻ പറ്റുന്നില്ല. ആ ദാമ്പത്യത്തിലെടുത്ത ആ ദൈവത്തോട് പറഞ്ഞ വാഗ്ദാനങ്ങൾ പൂർത്തിയാക്കാൻ പറ്റുന്നില്ല. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. ശരീരം കൊണ്ട് അടുത്താണെങ്കിലും മനസ്സുകൊണ്ട് മൈലുകൾ അകന്നാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുമിച്ചുള്ള ഭക്ഷണം കഴിക്കലില്ല, ഒരുമിച്ച് പ്രാർത്ഥനയില്ല, ഒരുമിച്ച് കിടക്കുന്ന അവസ്ഥ പോലും ഇല്ലാത്ത അവസ്ഥയിലായി. അങ്ങനെ ഇപ്പോൾ ആ ദാമ്പത്യ ജീവിതം കടന്നു പോയിക്കൊണ്ടിരിക്കുക. എന്നിട്ട് രണ്ടുപേരും ദൈവസന്നിധിയിൽ മുട്ടുകൂത്തുന്നുണ്ട്, രണ്ടുപേരും കണ്ണുനീരോടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ദൈവമേ എൻ്റെ മക്കളുടെ ജീവിതത്തിൽ ദൈവം ഇടപെടാത്തതെന്നൊക്കെ ബലിപീഠം കണ്ണുനീര് കൊണ്ട് പൊതിയുന്ന രീതിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, നിലവിളിക്കുന്നുണ്ട്. പക്ഷെ ഉത്തരം കിട്ടുന്നില്ല. കർത്താവ് പറയുന്നു, അതിന് കാരണം നീ ഇന്നലകളിൽ എന്നോട് ചെയ്ത വാഗ്ദാനം നീ മറന്നുപോയി, പക്ഷേ ഞാൻ മറന്നിട്ടില്ല. യൗവനത്തിൽ നീ നിന്റെ ഭാര്യ നിങ്ങൾ ചെയ്ത ഉടമ്പടിക്ക് ഞാൻ സാക്ഷിയായിരുന്നു. കണ്ടോ? ഇപ്പം നമ്മൾ ചിലപ്പോൾ തമാശയ്ക്കൊക്കെ ദൈവത്തോട് ചില നേർച്ചയൊക്കെ നേരും. അതുകൊണ്ടാണ് വചനം കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്, ദൈവത്തോട് നേർച്ച നേർന്നാൽ അത് നിറവേറ്റണം. നിറവേറ്റാൻ പറ്റുകയില്ലെങ്കിൽ നേർച്ചയ്ക്ക് പോകരുത്. നമ്മളൊരു ചില സമയത്ത് ചില സാഹചര്യങ്ങളിൽ പെട്ടെന്ന് നമ്മൾ കുറേ നേർച്ചയൊക്കെ നേരും. കർത്താവ് ഇത് ചെയ്തേക്കാം, അത് ചെയ്തേക്കാം, ഇന്നത് തന്നേക്കാം, ഇന്ന സ്ഥലത്ത് പോയേക്കാം. നമുക്ക് പറ്റുന്നില്ല, പരമാവധി നമ്മൾ നേർച്ച നേരാതിരിക്കാൻ ശ്രമിക്കുക. പക്ഷെ നേർച്ച നേരുന്ന തെറ്റൊന്നുമല്ല, നേർച്ച നേർന്നാൽ നമ്മൾ നിറവേറ്റണം. അതുകൊണ്ടാണ്. അപ്പോൾ ദൈവത്തോടൊരു ഉടമ്പടി നമ്മൾ പ്രഖ്യാപിച്ചാൽ, കാരണം ദൈവം തൻ്റെ വാക്ക് മാറുന്നില്ല, ദൈവം വിശ്വസ്തനാണ്, ദൈവം വാക്ക് മാറുന്നില്ല. നമ്മൾ അവിശ്വസ്തത കാണിക്കുമ്പോഴും ദൈവം വിശ്വസ്തനായിട്ട് നിൽക്കുക.
അതുകൊണ്ടാണ് ദൈവം പറഞ്ഞു, നീ ഇപ്പം നിലവിളിച്ചിട്ട് കാര്യമില്ലല്ലോ, നീ വർഷങ്ങൾക്ക് മുമ്പ് എന്നോട് പറഞ്ഞ കാര്യങ്ങൾ നീ ഇപ്പോഴും ചെയ്യുന്നില്ല. നിന്റെ ജീവിത പങ്കാളി നീ സ്നേഹിക്കുന്നില്ലല്ലോ. നിന്റെ മക്കൾക്ക് നീ മാതൃക കൊടുക്കുന്നുണ്ടോ? മരണമല്ലാതെ മറ്റൊന്നും വേർപെടുത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പം നിങ്ങൾ എങ്ങനെയാണ് കഴിയുന്നത്? സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിക്കുന്നുണ്ടോ? എളിമപ്പെടാൻ പറ്റുന്നുണ്ടോ? ക്ഷമിക്കാൻ പറ്റുന്നുണ്ടോ? രോഗത്തിൻ്റെ നടുവിൽ, സാമ്പത്തിക പ്രശ്നത്തിൻ്റെ നടുവിൽ ആ സ്നേഹം അതിൻ്റെ പൂർണ്ണതയിൽ സൂക്ഷിക്കാൻ പറ്റുന്നുണ്ടോ? നമ്മൾ ചുമ്മാ ഒരു ഉദാഹരണം എടുത്ത് നോക്കിയേ. നമ്മൾ ആർക്കെങ്കിലും ആരുടെയെങ്കിലും നിന്നും ഒരു 50,000 രൂപ കടം മേടിച്ചെന്ന് വിചാരിക്കാം. എടാ കിട്ടുമ്പോൾ തരാമെന്ന് പറഞ്ഞു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ നമ്മൾ ചിലപ്പോൾ അത് മറന്നു പോകും. പക്ഷേ ഈ കടം തന്നവൻ മറക്കോ? അവൻ്റെ മനസ്സിൽ എന്നും ആലോചനയുണ്ട്, എന്നും ചിന്തിക്കും, അയ്യോ 50,000 രൂപ അവിടുന്ന് കിട്ടാനുണ്ടല്ലോ, 50,000 രൂപ അവിടുന്ന് കിട്ടാനുണ്ടല്ലോ. ഒരു കാശിൻ്റെ ഒരു അത്യാവശ്യം വരുമ്പോൾ അവൻ്റെ മനസ്സിൽ കൂടി ആദ്യം പോകുന്ന ചെയ്യുന്നത് 50,000 രൂപ അവന് കടം കൊടുത്തിട്ടുണ്ടല്ലോ, അവൻ്റെ ഒന്ന് കിട്ടാനുണ്ടല്ലോ അല്ലേ എന്ന് പറയുന്ന പോലെയൊക്കെ തന്നെ നമ്മൾ ചിലപ്പോൾ മറന്നു പോയാലും ദൈവം മറക്കില്ല. കാരണം ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനും വാക്കുമാറാത്തവനുമായതുകൊണ്ട് നമ്മൾ മറന്നുപോയാലും ദൈവത്തോട് ചെയ്ത ചില ഉടമ്പടികൾക്ക് നമുക്ക് മാറ്റമുണ്ടായാലും നമ്മൾ മറന്നുപോയാലും ദൈവം മറക്കുന്നില്ല. ഇപ്പോൾ പൗരോഹിത്യ ജീവിതത്തിൽ ഒരു സന്യസ്ത ജീവിതത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ദൈവത്തോട് ഉടമ്പടി, ഒരു വാഗ്ദാനം പറഞ്ഞവനാണ് ഞാൻ. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് നിത്യവ്രത വാഗ്ദാനം എന്നൊക്കെ പറഞ്ഞ പരിപാടികളൊക്കെ ഉണ്ട്. പെർപ്പച്വൽ പ്രൊഫഷൻ എന്നൊക്കെ പറയും. സന്യസ്ത ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എന്തിനാ? നിത്യമായി ദൈവമേ മരണം വരെ നിന്നോട് വിശ്വസ്തത പുലർത്തി നിനക്ക് വേണ്ടി നിന്റെ സ്നേഹത്തിന് വേണ്ടി ഞാൻ ജീവിച്ചു കൊള്ളാമെന്ന് ഒരു തീരുമാനം പറയുകയാണ്. പക്ഷെ സംഭവിക്കുന്നതന്നെ കുറച്ച് കഴിയുമ്പോൾ തമ്പുരാനോട് ചെയ്ത വാഗ്ദാനം ചിലപ്പോൾ ഞങ്ങൾ മറന്നു പോവാ. അപ്പോൾ വീഴ്ചകളുണ്ടാകുന്നു, തകർച്ചകളുണ്ടാകുന്നു, പാളിച്ചകളുണ്ടാകുന്നു. ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു കാര്യം നമ്മളെ ദൈവം ഓർമ്മപ്പെടുത്തുന്നുണ്ട്, മോനെ നീ ദൈവത്തോട് വാഗ്ദാനം ചെയ്തത് മറന്നുപോയോ? ഇന്നലകളിൽ എന്നോട് നീ പറഞ്ഞ ഉടമ്പടിക്ക് നീ മാറ്റം വരുത്തിയത് എന്തേ? ഞാനിന്നും മാറാതെ നിന്നോട് വിശ്വസ്തനല്ലേ? ഞാൻ ഇന്നും നിന്നെ മാറാതെ നിന്റെ കൂടെയില്ലേ? എന്നിട്ട് എന്തുകൊണ്ട് നീ എൻ്റെ സാന്നിധ്യത്തെ തിരസ്കരിച്ചു? നീ എന്തുകൊണ്ട് എന്നിൽ നിന്ന് അകന്നുപോയി എന്ന് ദൈവം ചോദിക്കുക. അപ്പം അത് നമ്മൾ മനസ്സിലാക്കും. നമ്മളപ്പോൾ ദൈവത്തോട് ഓരോ കുമ്പസാരത്തിൽ നമ്മൾ എന്നാ ചെയ്യുന്നത്? ഒരു കുമ്പസാരത്തിന് പോയി മനസ്താപ പ്രകടനം ചെല്ലുന്നുണ്ട്. നമ്മൾ എല്ലാ കുമ്പസാരത്തിന് മുമ്പ് മനസ്താപ പ്രകടനം ചെല്ലും. അതിനകത്ത് നമ്മളിങ്ങനെ പറയും, ദൈവമേ ഇനി ഒരു പാപം ചെയ്യുക എന്നതിനേക്കാൾ മരിക്കാനും ഞാൻ സന്നദ്ധനാണ്. ദൈവത്തോടാ പറയുന്നത്, ദൈവമേ ഇനി ഒരു പാപം ചെയ്ത് നിന്നെ വേദനിപ്പിക്കുന്നതിനേക്കാൾ ഉപരി മരിക്കാനും ഞാൻ സന്നദ്ധനാണ്. എന്നിട്ട് നമ്മൾ എന്നാ ചെയ്യുന്നത്? നമ്മൾ വീണ്ടും പാപത്തിലേക്ക് പോവുക. ബലഹീനതകളുകൊണ്ട് പാപത്തിലേക്ക് പോകും. അതേക്കുറിച്ചല്ല അച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ബോധപൂർവം നമ്മൾ വീണ്ടും പാപം ചെയ്യുക. ബോധപൂർവം നമ്മൾ വീണ്ടും പാപം ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ കടന്നു പോവുകയാണ്. അപ്പോൾ കർത്താവ് പറയും, എടാ നീ എന്നോട് പറഞ്ഞില്ലേ, നീ എന്നോട് ഉടമ്പടി ചെയ്തതല്ലേ, എന്നിട്ട് എന്താ നീ ഇങ്ങനെ ചെയ്യുന്നേ? നമ്മൾ കുമ്പസാരത്തിൽ നമ്മൾ പറയും, കർത്താവെ ഞാൻ എല്ലാവരോടും ക്ഷമിക്കുന്നു, ഞാൻ എല്ലാവരോടും ക്ഷമിക്കാൻ തീരുമാനമെടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ട് നമ്മളൊട്ട് ക്ഷമിക്കുകയില്ല. നമ്മൾ ഈ കുമ്പസാരക്കൂട്ടിൽ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമുക്കത് പറ്റാത്ത അവസ്ഥ വരും. അപ്പോൾ കർത്താവ് പറയും, ഞാൻ നിന്നോട് കരുണ കാണിച്ചതുപോലെ നീയും നിൻ്റെ സഹസേവകനോട് കരുണ കാണിക്കേണ്ടിയിരുന്നില്ലേ? നീ ക്ഷമിക്കുന്നത് പോലെ തന്നെ നിൻ്റെ പാപങ്ങളും ക്ഷമിക്കപ്പെടും. അങ്ങനെ വെച്ച് നോക്കിയാൽ നമ്മുടെ പല കുമ്പസാരങ്ങളിലും നമ്മുടെ പാപം യഥാർത്ഥത്തിൽ ക്ഷമിക്കപ്പെട്ടുവോ എന്ന് ആത്മശോധന ചെയ്യുന്നത് നല്ലതാണ്. കാരണം നമ്മൾ ക്ഷമിക്കുന്നത് പോലെ ദൈവം നമ്മളോട് ക്ഷമിക്കൂ. നമ്മളോട് ദൈവം ക്ഷമിക്കുന്നതിൻ്റെ അളവ് നമ്മൾ ക്ഷമിക്കുന്നതിൻ്റെ അളവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് പറഞ്ഞു, നീ ക്ഷമിക്കുന്നത് പോലെ തന്നെ. നമ്മൾ സ്വർഗസ്ഥനായ പിതാവേ ചെല്ലുമ്പോൾ നമ്മളിതല്ലേ ചെല്ലുന്നത്, കർത്താവേ ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ. നമ്മളെന്തോരം ക്ഷമിച്ചു, നമ്മളെന്തോരം കരുണ കാണിച്ചു, നമ്മളെന്തോരം മറ്റുള്ള നമ്മുടെ ശത്രുക്കളെന്ന് നമ്മൾ ഗണിച്ചവരെ എത്രമാത്രം നമ്മൾ അവരെ സ്നേഹിതരാക്കി മാറ്റി. ഇതൊക്കെ ദൈവത്തോട് ചെയ്തിരുന്ന ചില തീരുമാനങ്ങളാണ്, ചില നേർച്ചകളാണ്, ചില ഉടമ്പടികളാണ്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ജീവിതത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ജീവിതത്തിൻ്റെ സുഖദുഃഖങ്ങളുടെ നടുവിൽ, ജീവിതത്തിൻ്റെ പ്രാരാബ്ധങ്ങളുടെ നടുവിൽ, ജീവിതത്തിൻ്റെ നൊമ്പരങ്ങളുടെ നടുവിൽ നമ്മൾ ദൈവത്തോട് ചെയ്ത ചില ഉടമ്പടികൾ മറന്നുപോയാലും
ചില കാര്യങ്ങൾ നമ്മൾ മറന്നുപോയാലും ദൈവം മറക്കുന്നവനല്ല. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? അതുകൊണ്ട് ഇന്ന് ഒത്തിരി കുടുംബജീവിതം നയിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ദൈവത്തിൻ്റെ മുമ്പിൽ അതുപോലെ നിലവിളിച്ചിട്ടും ചില കാര്യങ്ങൾക്കും ചില വിഷയങ്ങൾക്കൊന്നും ഉത്തരം കിട്ടാതെ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ആദ്യം പരിശോധിക്കേണ്ടത് ദമ്പതിമാരായ നിങ്ങൾ ഒരുമിച്ച് ദൈവത്തോടെടുത്ത ഉടമ്പടി എത്രമാത്രം വിശ്വസ്തയോടെ ഇന്ന് കാത്ത് പരിപാലിക്കുന്നുണ്ടെന്ന് ആത്മശോധന ചെയ്യണം. ദൈവത്തെ സ്നേഹിക്കാമെന്ന് തീരുമാനമെടുത്തില്ലേ? ദൈവസ്നേഹത്തിൽ ജീവിച്ചു കൊള്ളാമെന്ന് തീരുമാനമെടുത്തില്ലേ? ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ഞാൻ എൻ്റെ ഭാര്യയെ സ്നേഹിക്കാമെന്ന് പറഞ്ഞില്ലേ? ക്രിസ്തു സഭയെ എങ്ങനെ സ്നേഹിച്ചേ? സ്വന്തം ജീവൻ കൊടുത്താ സ്നേഹിച്ചേ. ഇതിപ്പോൾ നമ്മൾ സ്നേഹിക്കുന്നത് ജീവൻ എടുത്താ സ്നേഹിക്കുന്നത്. അതാണ് നമ്മൾ തമ്മിലുള്ള വ്യത്യാസം. നമ്മുടെ സ്നേഹവും ദൈവത്തിൻ്റെ സ്നേഹവും തമ്മിലുള്ള വ്യത്യാസം അതാ. ദൈവം ജീവൻ നൽകി സ്നേഹിച്ചു, നമ്മൾ മറ്റുള്ളവരുടെ ജീവൻ എടുത്ത് നമ്മെ തന്നെ സ്നേഹിക്കുന്നു. അപ്പോൾ ദൈവം കൃത്യമായിട്ട് പറഞ്ഞാൽ ദൈവമായിട്ടുള്ള ഉടമ്പടികളുടെ ബന്ധങ്ങൾ ദൈവം കാത്തു സൂക്ഷിക്കുന്നവനാണ്. ദൈവത്തോട് പറഞ്ഞ വാക്കുകൾ, ദൈവമായിട്ടെടുത്ത തീരുമാനങ്ങൾ, ദൈവത്തോടെടുത്ത തീരുമാനങ്ങൾ ദൈവം കൃത്യമായിട്ട് മനസ്സിൽ സൂക്ഷിക്കുന്നവനാണ് എന്നുള്ളൊരർത്ഥം കൂടി ഇതിലുണ്ട്. അതുകൊണ്ടാണ് അത്ര മനോഹരമായിട്ട് എഴുതി വെച്ചിരിക്കുന്നത്. പിന്നെ അങ്ങോട്ട് എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിലാണ്, നീയും നിൻ്റെ ഭാര്യയും തമ്മിലുള്ള ഉടമ്പടിക്ക് കർത്താവ് സാക്ഷിയായിരുന്നു എന്നതുകൊണ്ടാണ്. അത് എത്ര വർഷങ്ങൾക്ക് മുമ്പ് വിവാഹം കഴിഞ്ഞ്, നിൻ്റെ യൗവനത്തിൽ അല്ലേ, 25 വർഷത്തോളം വയസ്സുള്ളപ്പോൾ നിൻ്റെ വിവാഹം കഴിഞ്ഞാൽ ഇന്നിപ്പോൾ 60 വയസ്സായി. പക്ഷെ യൗവനത്തിൽ നീ പറഞ്ഞ കാര്യം ഞാൻ ഇപ്പോഴും മറന്നിട്ടില്ല. വർഷങ്ങൾക്ക് മുമ്പ് നീ എന്നോട് ദാമ്പത്യത്തിൽ ചെയ്ത ഉടമ്പടിക്ക് എനിക്കിപ്പോഴൊരു മാറ്റമില്ല, എനിക്ക് മറവിയില്ല. അതാണ് എനിക്ക് മറവിയില്ല. കർത്താവ് മറക്കുന്നവനല്ല അല്ലേ? കർത്താവ് മറക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, നമ്മൾ കർത്താവിൻ്റെ കരുണയിലേക്ക് ജീവിതം വെച്ച് കൊടുത്തിട്ട്, ദൈവമേ എനിക്ക് തെറ്റുപറ്റി, ദൈവമേ എനിക്കൊരു വീഴ്ച വന്നു, ദൈവമേ എന്നോട് കരുണ കാണിക്കണമേ എന്ന് പറയുമ്പോൾ, അപ്പാ നിനക്കെതിരായും സ്വർഗത്തിനെതിരായും ഞാൻ പാപം ചെയ്തുവെന്ന് എൻ്റെ ആത്മാവിൻ്റെ നിറവിൽ നിന്ന് വിങ്ങി പൊട്ടിക്കൊണ്ട് ദൈവസന്നിധിയിൽ ഞാൻ ഏറ്റുപറയുമ്പോൾ കർത്താവ് നമ്മളോട് കരുണ കാണിക്കും. കർത്താവ് കരുണ കാണിക്കുന്നതോടൊപ്പം കർത്താവ് എല്ലാം മറക്കും. ഹല്ലേലൂയ, എല്ലാം മറക്കും. അതുകൊണ്ടാണ് ധൂർത്തപുത്രൻ എല്ലാം നഷ്ടപ്പെടുത്തിയിട്ട് ഓടി വന്നപ്പോൾ, തിരിച്ചു വന്നപ്പോൾ, എന്നിട്ടൊരു ഏറ്റുപറച്ചിൽ നടത്തിയപ്പോൾ പിതാവ് എന്നാ ചെയ്തേ? വചനം പറയുന്നു, പിതാവ് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് മാറോട് ചേർത്ത് പിടിച്ച് ചുംബിച്ചു. ഇന്നലകളിൽ അവൻ ചെയ്തതൊന്നും ഓർത്തില്ല, ഇന്നലകളിൽ അവൻ പറഞ്ഞതൊന്നും ഓർത്തില്ല. വീട് വിട്ടിറങ്ങിയപ്പോൾ അപ്പൻ്റെ മുഖത്ത് നോക്കി ചിലപ്പോൾ ചില അരുതാത്ത ഭാഷകൾ സംസാരിച്ചിട്ടായിരിക്കണം ഇവൻ ഇറങ്ങിപ്പോയത്. അല്ലെ, ചിലവരൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ഞാൻ കാണിച്ചു തരാടാ, ഞാൻ പോയിട്ട് വരട്ടടാ എന്നൊക്കെ പല വാക്കുകളും കുത്തുവാക്കുകളും പറഞ്ഞിട്ടായിരിക്കും ഇവൻ ഇറങ്ങിപ്പോയത്. സ്നേഹത്തിന് നിരക്കാത്ത ചിലതൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഇറങ്ങിപ്പോയത്. പക്ഷേ തിരിച്ചു വന്നപ്പോൾ അവനൊന്നും ചോദിക്കാതെ ചേർത്ത് പിടിച്ച് മാറോട് ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ച് ചുംബിക്കുകയാണ്. അവിടെ ദൈവം എല്ലാം മറക്കുകയാണ്. പക്ഷെ ദൈവത്തോട് ചെയ്ത ഉടമ്പടി ദൈവം മറക്കുന്നില്ല. നമ്മൾ മറന്നാലും ദൈവം മറക്കാതെ ആ ഉടമ്പടിയിൽ വിശ്വസ്തനായവനാണ് നമ്മുടെ ദൈവം. ഉടമ്പടികളിൽ വിശ്വസ്തനായവനാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് ദൈവത്തോട് നമ്മൾ ഉടമ്പടി ചെയ്യുമ്പോൾ ഒരു കൃത്യത നമ്മുടെ ഉണ്ടാകണം. ദൈവത്തോടാണ് ഞാൻ വാഗ്ദാനം ചെയ്തത്, ദൈവത്തോടാണ് ഞാൻ ഉടമ്പടി ചെയ്തത്. ആ ഉടമ്പടി പാലിക്കാൻ നമ്മൾ ഓരോ ദിവസവും ഓരോ നിമിഷവും നമ്മൾ പരിശ്രമിക്കണം. ആ ദൈവവുമായി ചെയ്ത ഉടമ്പടി പൂർത്തിയാക്കാൻ നമ്മൾ പരിശ്രമിക്കുമ്പോൾ ദൈവകൃപയുടെ ഒഴുക്ക് നമ്മളിലേക്കും നമ്മുടെ കുടുംബത്തിലേക്കും നമ്മളിലൂടെ നമ്മുടെ മക്കളിലേക്കും തലമുറകളിലേക്കും ദൈവത്തിൻ്റെ കൃപയുടെ കുത്തൊഴുക്ക് കാണാൻ നമുക്ക് പറ്റും. ഈ ദിവസം തുറന്നു വരുന്ന നിമിഷങ്ങളിൽ ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിലിരുന്ന് നമ്മൾ ആരാധിക്കാൻ പോവുക, ദൈവത്തെ ആരാധിച്ച് സ്തുതിക്കാൻ പോവുക. നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ആത്മശോധന ചെയ്യാം. ദൈവത്തോട് ഇന്നലകളിൽ എടുത്ത് ഉടമ്പടി, കുമ്പസാരത്തിൽ, വിവാഹമെന്ന കൂദാശകളിൽ, ഓരോ കൂദാശകളിൽ നമ്മൾ പറഞ്ഞ ഉടമ്പടിയുണ്ട്. സ്ഥൈര്യലേപനത്തിൽ നമ്മൾ ചില വാഗ്ദാനങ്ങൾ പറയുന്നുണ്ട്. ഓരോ ഈസ്റ്ററിനും നമ്മളത് പുതുക്കുന്നുമുണ്ട്. പിശാചിനെയും അവൻ്റെ ആഡംബരങ്ങളെയും ഞാൻ ഉപേക്ഷിക്കാമെന്നും
യേശു ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി ഏറ്റെടുത്തോളാമെന്നും ഏറ്റുപറഞ്ഞുകൊള്ളാമെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ടും ജീവിതത്തിൻ്റെ ചില സാഹചര്യങ്ങളിലും സാധ്യതകളും വിശ്വാസത്തിന് നിരക്കാത്തതും സത്യദൈവത്തിന് നിരക്കാത്തതുമായ പ്രവർത്തികളും പ്രവണതകളിലേക്കും നമ്മൾ കടന്നു പോകുമ്പോൾ കർത്താവ് പറയുക, മോനെ നീ ഉടമ്പടി വിച്ഛേദിച്ചല്ലോ, മറന്നുപോയല്ലോ. പക്ഷേ ഞാൻ മറന്നിട്ടില്ല കേട്ടോ. ആരാധനയിൽ ദൈവസന്നിധിയിലേക്ക് ഇന്നലകളിൽ നമ്മൾ ദൈവമായി ചെയ്ത ഉടമ്പടിയിൽ എവിടെയെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഈ ആരാധനയിൽ സമർപ്പിച്ച് അതിനൊക്കെ കേടുപാക്കൾ ചെയ്ത് എല്ലാം ശരിയാക്കി ദൈവമായിട്ടുള്ള ആ ബന്ധം പൂർത്തീകരിക്കപ്പെടാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം ഈ നിമിഷങ്ങളിൽ സമൃദ്ധമായ കൃപ നമ്മളിലേക്കും കുടുംബങ്ങളിലേക്കും ഇപ്പോൾ വാരി വിതറട്ടെ. നമ്മുടെ തലമുറകളിലേക്ക് ഇപ്പോൾ സമൃദ്ധമായ കൃപയുടെ കുത്തൊഴുക്കുണ്ടാകട്ടെ. തടസ്സങ്ങൾ മാറട്ടെ. പ്രശ്നങ്ങളെല്ലാം ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ മാറാൻ ആഗ്രഹിച്ച് ഈ ആരാധനയ്ക്ക് നമുക്ക് പങ്കെടുക്കാം. സർവശക്തനായ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. പൂർണ്ണ മനസ്സോടും ഹൃദയമോടും പൂർണ്ണാത്മാവോടും ഈശോയെ അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് ഈശോയെ നോക്കി നമുക്ക് ആരാധിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കണ്ണു തുറന്ന് ഈശോയെ നമുക്ക് നോക്കാം. ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈ ലോകത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന സർവശക്തനായ ദൈവം, കർത്താവെ അവിടുത്തെ സ്നേഹത്താൽ എന്നെ വിശുദ്ധീകരിക്കണമെന്ന് എല്ലാവരും പ്രാർത്ഥിക്കുക. നമ്മുടെ കുടുംബമോ കുടുംബാംഗങ്ങളോ കുടുംബത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ മേഖലകൾ ഈ ദിവ്യകാരുണ്യത്തിൻ്റെ സ്നേഹത്താലും എളിമയിലും വിശുദ്ധീകരിക്കപ്പെടണമെങ്കിൽ ഇപ്പോൾ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുക. ഈ നിമിഷങ്ങളിൽ കർത്താവിൻ്റെ സ്നേഹവലയത്തിലേക്ക് നമ്മൾ ചേർത്ത് വയ്ക്കുമ്പോൾ നമ്മൾ ധ്യാനിക്കേണ്ടത്, നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഒരു വിഷയം, ദൈവമേ ഇന്നലകളിൽ അങ്ങയോട് പറഞ്ഞ പല വാക്കുകളുണ്ട്, അങ്ങയോട് ചില ചെയ്ത വാഗ്ദാനങ്ങളുണ്ട്, അങ്ങയുടെ മുമ്പിൽ ഞങ്ങളെടുത്ത ചില ഉടമ്പടികളുണ്ട്, അതിനൊക്കെ തെറ്റുപറ്റിയിട്ടുണ്ട് കർത്താവേ. അങ്ങനെ ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ നമുക്കൊരു തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലുമൊക്കെ ദൈവവുമായിട്ടുള്ള ഈശോയുമായിട്ടുള്ള ഉടമ്പടിയിൽ നമുക്കൊരു കുറവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ കുറവുകളെ ഓർത്ത് നമുക്കൊന്ന് അനുദപിച്ച് പ്രാർത്ഥിക്കാം. ഒരു ദാമ്പത്യ ജീവിതം നയിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, ഒരു കുടുംബജീവിതം നയിക്കുന്നവരാണെങ്കിൽ, ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിങ്ങളുടെ ദാമ്പത്യത്തിൻ്റെ വിള്ളലുകൾ, നിങ്ങളുടെ ദാമ്പത്യത്തിൽ വരുന്നുകൊണ്ടിരിക്കുന്ന ഉലച്ചിലുകളൊക്കെ ദൈവമായിട്ടുള്ള ബന്ധത്തിൻ്റെ ഉലച്ചിലുകളാണ്. ദൈവമായിട്ടുള്ള ബന്ധം ഉലയുമ്പോഴാണ് ദാമ്പത്യ ബന്ധം ഉലയുന്നത്. ആദ്യ മാതാപിതാക്കൾക്ക് സംഭവിച്ചത് അതാ. അവരുടെ ദാമ്പത്യ ബന്ധത്തിന് ഉലച്ചിലുണ്ടായത് അവർ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് അകന്നുപോയപ്പോഴാണ്. പരസ്പരം കുറ്റപ്പെടുത്താൻ തുടങ്ങിയത്, അവർ പരസ്പരം പഴിചാരാൻ തുടങ്ങിയത്, ഇവള് കാരണമാണ്, ഇവൻ കാരണമാണ്, അല്ലെങ്കിൽ ഈ സർപ്പം കാരണമെന്നൊക്കെ പറഞ്ഞ് പരസ്പരം കുറ്റപ്പെടുത്താനും പഴിചാരാനും തുടങ്ങിയത് അവർ ദൈവത്തിൽ നിന്നുള്ള ബന്ധത്തിൽ നിന്ന് അകന്നുപോയപ്പോഴാണ്. അപ്പോൾ ദൈവത്തിൽ നിന്നുള്ള ബന്ധത്തിൽ നിന്ന് അകലുമ്പോഴാണ് പ്രിയമുള്ളവരെ ഒരു ദാമ്പത്യ ബന്ധങ്ങൾക്ക് പോലും അകൽച്ചകൾ ഉണ്ടാകുന്നത്, പ്രശ്നങ്ങളുണ്ടാകുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ദാമ്പത്യ ബന്ധത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ദൈവമായിട്ടുള്ള ആ ഉടമ്പടിയിൽ വീഴ്ച വന്നിട്ടുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് തിരിച്ചു നടക്കാൻ ഒരു തീരുമാനമെടുത്ത് എല്ലാ ദമ്പതിമാരും ഇപ്പോൾ പ്രാർത്ഥിക്കട്ടെ. സന്യസ്ത പൗരോഹിത്യ ജീവിതങ്ങൾ നയിക്കുന്നത് ആരെങ്കിലുമൊക്കെ ഈ ശുശ്രൂഷയുടെ ഭാഗമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവവുമായിട്ടുള്ള ആദിയിലുണ്ടായിരുന്ന സ്നേഹത്തെ ഒന്ന് ആത്മശോധന ചെയ്യുക. ദൈവത്തോട് കൊടുത്ത ഉടമ്പടി, നിത്യവ്രത വാഗ്ദാനത്തിൽ ദൈവത്തോട് ചെയ്ത ഉടമ്പടിയിൽ എത്രമാത്രം കുറവ് സംഭവിച്ചിട്ടുണ്ടെന്ന് ആത്മശോധന ചെയ്യുക. എവിടെയെങ്കിലുമൊക്കെ കുറവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ആ തീഷ്ണതയിൽ മാന്ദ്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ആ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ കുറവ് കർത്താവിൻ്റെ കൂടെ ഇരിക്കാൻ പോലും സമയമില്ലാത്ത ഒരു ജീവിതത്തിൻ്റെ അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ, വിളിച്ചവൻ്റെ സ്നേഹത്തെ നിരുത്സാഹപ്പെടുത്തുന്ന തള്ളിമാറ്റുന്ന ഒരു അനുഭവത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഒന്ന് തിരിച്ചു വരാൻ തീരുമാനമെടുക്കാം. ആ ഉടമ്പടി ഒന്നും കൂടി പുനഃസ്ഥാപിക്കാൻ തീരുമാനമെടുക്കാം. കാരണം ദൈവം ഉടമ്പടിയിൽ വിശ്വസ്തത പുലർത്തുന്നവനാണ്. ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. നമ്മൾ ഉടമ്പടി തെറ്റിയപ്പോഴും ദൈവം ഇപ്പോഴും കരുതലോടെ ആ ഉടമ്പടിയുടെ ഭാഗമായി നോക്കിയിരിക്കുക. ആ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ കുറവുകൾ, എൻ്റെ ജീവിതത്തിൽ ഇന്നലകളിൽ ദൈവത്തോട് ചെയ്ത വാഗ്ദാനങ്ങൾ, ഇന്നലകളിൽ വിശുദ്ധ ജീവിതത്തിൽ ഞാനെടുത്ത തീരുമാനങ്ങൾ, എൻ്റെ ആത്മീയ വളർച്ചയ്ക്ക് ഞാനെടുത്ത തീരുമാനങ്ങളൊക്കെ എവിടെയെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ, നേർച്ച നേർന്നിട്ട് ഞാൻ ഇന്നും നിറവേറ്റാതിരിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ഇപ്പോൾ ദൈവത്തിന് കൊടുത്തിട്ട്, ദൈവമേ അങ്ങയുടെ
കാരുണ്യത്തിലേക്ക്, അവിടുത്തെ സ്നേഹത്തിലേക്ക് എൻ്റെ ജീവിതത്തെയും എൻ്റെ കുടുംബത്തെയും ഞാൻ സമർപ്പിച്ചപ്പോൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കരുണ സമൃദ്ധമായി എന്നിലേക്ക് ഒഴുക്കണമെന്ന് പ്രാർത്ഥിച്ച് എല്ലാവരും കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിക്കാവോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, കാരുണ്യവാനായ ദൈവമേ, അവിടുത്തെ കരുണ ഇപ്പോൾ ഈ മക്കളിലേക്ക് ഒഴുകി ഇറങ്ങട്ടെ. അവിടുത്തെ സ്നേഹം ഒഴുകട്ടെ. ദൈവമേ, അവിടുത്തെ അത്ഭുതകരമായ സൗഖ്യങ്ങളും വിടുതലുകളും ഇപ്പോൾ ഈ മക്കളിലേക്ക് വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനേക്കാളൊക്കെ അത്ഭുതകരമായ ദൈവമായിട്ടുള്ള ആദ്യ സ്നേഹത്തിലേക്ക് ഈ മക്കൾ പ്രവേശിക്കാൻ ഇപ്പോൾ പരിശുദ്ധാത്മാവ് ഇറങ്ങി പ്രവർത്തിക്കട്ടെ. കർത്താവേ, ഇവരുടെ ബന്ധങ്ങളെ പുനഃസ്ഥാപിക്കണമേ, ദാമ്പത്യ ബന്ധങ്ങളെ പുനഃസ്ഥാപിക്കണമേ, ദൈവമായിട്ടുള്ള വിശുദ്ധ ജീവിതത്തിൻ്റെ ബന്ധങ്ങളെ ഇപ്പോൾ പുനഃസ്ഥാപിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തകർന്നു കിടക്കുന്ന, തകർന്നു പോയ അഹങ്കാരം കൊണ്ട്, അജ്ഞത കൊണ്ട്, അലസത കൊണ്ട് തകർന്നു പോയ ഏതെങ്കിലും ഉടമ്പടി ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടേണ്ടതുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവെ ഇപ്പോൾ ഹൃദയങ്ങൾ ഉണർത്തണമേ, മനസ്സിനെ ബലപ്പെടുത്തണമേ, ആത്മാവിനെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കെട്ടുകൾ അഴിയട്ടെ, ഹൃദയ കാഠിന്യത്തിൻ്റെ കെട്ടുകൾ അഴിയട്ടെ, സ്വാർത്ഥതയുടെ കെട്ടുകൾ അഴിയട്ടെ, അഹങ്കാരത്തിൻ്റെ കെട്ടുകൾ അഴിയട്ടെ, അസൂയയുടെ കെട്ടുകൾ അഴിയട്ടെ, ഞാനെന്നുള്ള ഭാവങ്ങൾ അഴിയട്ടെ, ദൈവത്തെ മാറ്റി നിർത്താനുള്ള മനുഷ്യൻ്റെ പ്രവണതകൾ അഴിയട്ടെ, ദൈവസ്നേഹത്തിന് നിരക്കാത്ത പ്രവണതകളെ, ചിന്തകളെ, ആലോചനകളെ, തീരുമാനങ്ങളെ താലോലിക്കുന്ന പ്രവണതകൾ യേശുനാമത്തിൽ ഇപ്പോൾ അഴിഞ്ഞു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപയൊഴുകട്ടെ, പരിശുദ്ധാത്മാവ് ഇപ്പോൾ ഇറങ്ങി പ്രവർത്തിക്കട്ടെ, ജീവിതങ്ങൾക്ക് ബലം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ മഹത്വം, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രത്യേക നിയോഗത്തെ ഇപ്പോൾ സമർപ്പിക്കാം. നമ്മുടെ കുടുംബത്തിൻ്റെ പ്രത്യേക വിഷയത്തെ ഇപ്പോൾ സമർപ്പിക്കാം. കുടുംബത്തെ കർത്താവ് ഏറ്റെടുക്കട്ടെ, കുടുംബ ബന്ധങ്ങളെ കർത്താവ് ഏറ്റെടുക്കട്ടെ, നമ്മുടെ ഭാവി ജീവിതത്തെക്കുറിച്ചുള്ള ആകുലതകൾ കർത്താവ് എടുക്കട്ടെ, മക്കളെക്കുറിച്ചുള്ള നൊമ്പരങ്ങൾ കർത്താവ് എടുക്കട്ടെ. ജീവിതത്തെ ഭാരപ്പെടുന്ന എല്ലാ വിഷയങ്ങളും, വിശുദ്ധ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും ഇപ്പോൾ കർത്താവ് ഏറ്റെടുത്ത് വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. പരിശുദ്ധ പരമകാരുണ്യമേ,